ഇത്തരം സൈറ്റ്സിൽ അല്ലെങ്കിൽ ഇത്തരം ഗെയിംസ് അവർ കളിക്കുന്ന സമയത്ത് അതിലൂടെ പല പോൺ സൈറ്റ്സിലേക്കും അവർ എക്സ്പോസ്ഡ് ആവാറുണ്ട്. ഹായ്, എൻ്റെ പേര് ഗ്ലോറിയ. ഞാൻ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എബിറ്റ മരിയാം. ഞാനും ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യൂഷ്വലായിട്ട് വരുന്ന കുറച്ച് കേസസ് പറയാം. മെയിനായിട്ട് ഫോൺ അഡിക്ഷനാണ് എല്ലാവരും പറയാറുള്ള കംപ്ലയിൻറ്റ്. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഫോണിൽ അവർ സ്പെൻഡ് ചെയ്യുന്നു എന്നതിലുപരി അത് വേറെ പല അഡിക്ഷനിലേക്കും ലീഡ് ചെയ്യാറുണ്ട്. അതെ, എന്ന് വെച്ച് ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നമ്മുടെ കുട്ടികളോട് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മൾക്ക് അഡൾട്ട്സിനായാലും ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. സോ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നതിനേക്കാളും നല്ല സൊല്യൂഷൻ എങ്ങനെ ഫോൺ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് കുട്ടികളെ പഠിപ്പിക്കുക എന്നതല്ലേ കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. തീർച്ചയായും. ഫോൺ അഡിക്ഷൻ എങ്ങനെയാണ് മറ്റ് അഡിക്ഷനിലേക്ക് പോവുക? ഫോൺ യൂസ് ചെയ്യുന്നതിലൂടെ, കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുന്നതിലൂടെ, ഗെയിം വഴി മറ്റ് പോണോഗ്രഫി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിലൂടെ പല രീതിയിൽ ഫോൺ അഡിക്ഷൻ കുട്ടികൾക്ക് മാരകമായിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുട്ടികൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചില ഗെയിംസ് ഉണ്ട്. ഇത്തരം സൈറ്റ്സിൽ അല്ലെങ്കിൽ ഇത്തരം ഗെയിംസ് അവർ കളിക്കുന്ന സമയത്ത് അതിലൂടെ പല പോൺ സൈറ്റ്സിലേക്കും അവർ എക്സ്പോസ്ഡ് ആവാറുണ്ട്. നമ്മൾ വിചാരിക്കും ഒറ്റൊരു പ്രാവശ്യം ഒരു സൈറ്റിൽ അവർ വിസിറ്റ് ചെയ്യുമ്പം പിന്നെ ഫോണിലും അത്തരം സൈറ്റുകളുടെ പല നോട്ടിഫിക്കേഷൻസ് വരും. ഒരു പ്രാവശ്യം കണ്ട കുട്ടി പിന്നെ ക്യൂരിയോസിറ്റി കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ സൈറ്റ്സ് വിസിറ്റ് ചെയ്യും. അതിന് പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നിങ്ങൾ എപ്പോഴെങ്കിലും പേരൻ്റൽ കൺട്രോളിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നമ്മുടെ സെറ്റിങ്സിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഈ പേരൻ്റൽ ഗൈഡ് അല്ലെങ്കിൽ പേരൻ്റൽ സേഫ്റ്റി മോഡ്സ് ഓൺ ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മുടെ പല പേരൻസും അതിനെക്കുറിച്ച് അവെയർ അല്ല. നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്രീഡത്തിൽ നമ്മൾ ഫോൺ കൊടുക്കുകയാണ്. കുട്ടികൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം, ഏത് സൈറ്റ് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ പേരൻ്റൽ ലോക്കുകൾ ഇടുകയാണെങ്കിൽ കുട്ടികളെ ചില ഇംപ്ലിസിറ്റ് കണ്ടൻസിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോൺ അഡിക്ഷൻ ഒഴിവാക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് കുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിലൂടെയല്ല, എങ്ങനെ ഹെൽത്തി ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാമെന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്.